കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ദൈവവചന ധ്യാനത്തിനായി, പഠനത്തിനായി കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ തിരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, വന്ദനം അറിയിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം തുടർച്ചയായിട്ട് ചിന്തിപ്പാൻ ദൈവം നമ്മെ കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. കഴിയുമെങ്കിൽ ഇന്നത്തേത് ഒഴികെ ഒരു 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ ഈ തിരുവചന ഭാഗം തന്നെ ധ്യാനിക്കും. അതിനുശേഷം 2-3 ആഴ്ചകൾക്കുള്ളിൽ ഈ പഠനം കർത്താവ് അനുവദിച്ചാൽ അവസാനിപ്പിക്കുവാൻ ഈ ഒരു വിഷയം, അതിന് ശേഷം മറ്റൊരു വിഷയം ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ഈ രാത്രിയിൽ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 12-ാമത്തെ വാക്യം, ജെയിംസ് ചാപ്റ്റർ 5 and verse 12. Praise the Lord. ഈ തിരുവചന ഭാഗത്ത് യാക്കോബ് പറയുന്ന വിഷയം എന്താണെന്നുള്ളത് നമ്മൾ അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യം ഒറ്റ വായനയിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, മേക്കിംഗ് വൗസ് ഓർ ടേക്കിംഗ് ഓത്ത്സ്, it seems it is completely forbidden for the children of God. ഈ ഒരു വേദഭാഗം നമ്മൾ പെട്ടെന്ന് വായിച്ചാൽ, അല്ലെങ്കിൽ മറ്റ് ചില വേദഭാഗങ്ങളിലൂടെ നമ്മൾ അതുമായിട്ട് ചേർത്ത് പഠിക്കുമ്പോൾ, ഒരു സത്യം ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓത്ത് എടുക്കുക എന്നൊക്കെയുള്ളത് പരിപൂർണമായിട്ട് it is a completely prohibited thing, it seems, when you read this passage. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അത് സമ്പൂർണമായിട്ട് അത് നോ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമല്ല നമ്മളിവിടെ വായിക്കുന്നത്. പിന്നെ യാക്കോബ് എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് ആ കാര്യം വളരെ പെട്ടെന്ന് ഈ തിരുവചന ഭാഗത്തു നിന്ന് ഒന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. യാക്കോബിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 3 വിഷയങ്ങൾ നമ്മൾ വളരെ അതിൻ്റെ പ്രാധാന്യമുള്ള 3 വിഷയങ്ങൾ ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ യാക്കോബ് അത് പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ. ഒന്ന്, ഒരുവൻ യഥാർത്ഥത്തിൽ അവൻ ദൈവഭക്തിയിൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിലായിരിക്കുന്നുവോ അല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാം? 3 കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ യാക്കോബ് പറയുന്നത്, നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. ഒന്ന്, എ കൺട്രോൾഡ് ടങ്, നിയന്ത്രണമുള്ള നാവ്. നാവിനെ കടിഞ്ഞാണിടാതെ ഒരുവൻ ഭക്തനെന്ന് വിചാരിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ, വെയിൻ എന്ന് നമ്മൾ വായിക്കുന്നു. 2, അതേ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നു, എ കമ്പാഷനേറ്റ് ഹാർട്ട്. യഥാർത്ഥ സേവിങ് ഫെയ്ത്ത് ഉള്ള ഒരു വ്യക്തി, ഹി വിൽ ബി കമ്പാഷനേറ്റ്. ആ കമ്പാഷനെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. സോ കൺട്രോൾ ഓഫ് ദ ടങ് ആൻഡ് എ കമ്പാഷനേറ്റ് ഹാർട്ട്. കടിഞ്ഞാണുള്ള നാവ്, കരുണയുള്ള അല്ലെ മനസ്സലിവുള്ള ഒരു ഹൃദയം. 3-ാമതായിട്ട് നമ്മൾ കണ്ടു, എ ക്ലീൻ ലൈഫ്. ട്രൂ ഫെയ്ത്ത് വിൽ ബി സീൻ ബേസിക്കലി in these 3 things. ഈ 3 കാര്യങ്ങളിലാണ് യഥാർത്ഥത്തിലുള്ള സേവിങ് ഫെയ്ത്തിൻ്റെ ഫലം കാണാനായിട്ട് കഴിയുന്നത്.
വിശുദ്ധി ഉള്ള ഒരു ജീവിതം. ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ ആ 3 കാര്യങ്ങളെക്കുറിച്ച് യാക്കോബ് പറയുന്നത് നമ്മൾ വായിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നാവിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ യാക്കോബ് പറയുന്നുണ്ട്. 1:19, 26, ഫസ്റ്റ് ചാപ്റ്റർ 19 and verse 26, and തേർഡ് ചാപ്റ്റർ 1-12, 3-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, 4:11, 13, ഫസ്റ്റ് ചാപ്റ്റർ verse 19 and 26, 3:1-12, 4:11 and 4:13. All these verses, ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നാവിനെ കൺട്രോൾ ചെയ്യുന്നത് എത്രത്തോളം ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റിയുടെ, ആത്മീക വളർച്ചയുടെ പ്രകടമായ ലക്ഷണമാണ് എന്നുള്ളത് യാക്കോബ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, യാക്കോബിൻ്റെ ലേഖനം ഒന്നും പൊതുവെ ചില നുറുങ്ങു വാക്യങ്ങളെടുത്ത് ഉണർവുണ്ടാക്കാൻ പ്രസംഗിക്കാമെന്നല്ലാതെ നമ്മുടെ ആ സോക്കോൾഡ് ഉണർവൊന്നും വരുന്നൊരു ലേഖനമല്ല. എന്നാൽ സത്യത്തിലുള്ള ഉണർവ് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എനിവേ, ഇവിടെ യാക്കോബ് ഈ പറയുന്നതാകുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ യാക്കോബ് ഈ പറയുന്നത് ഒരു പുതിയ, ദിസ് ഈസ് നോട്ട് എ നോവൽ ഐഡിയ ദാറ്റ് ഹീ ബ്രിങ്സ് ഔട്ട് ഓഫ് ദ ബ്ലൂ. നോ, യാക്കോബ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ പറയുന്നത്. സത്യത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യം യേശു കർത്താവ് പറയുന്നു. ആ വേദഭാഗവും യാക്കോബിൻ്റെ ലേഖനം 5:13 നമ്മൾ ചേർത്ത് ചിന്തിച്ചാൽ വാട്ട് ജെയിംസ് റിയലി മീൻസ് is this, that he goes beyond the taking of oaths or vows, and he deals with the issue of truthful speech. ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ശപഥം, അല്ലെങ്കിൽ എന്താ പറയുന്നേ, സത്യം ചെയ്യുക എന്നുള്ള ആ കാര്യത്തിനപ്പുറമായിട്ട് സത്യസന്ധമായിട്ടുള്ള ആ വാക്കുകളെക്കുറിച്ചുള്ള, അല്ലെ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. യാക്കോബിൻ്റെ ഈ ചിന്ത മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അന്ന് യഹൂദന്മാരുടെ ഇടയിൽ അവർ എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളത് മറ്റൊരു വേദഭാഗത്ത് നിന്ന് നമ്മൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. See, what does James really mean? To understand that, we must also try to understand how the Jews of that day were using oaths. ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ ഈ സത്യം ചെയ്യുന്ന ഈ ഒരു പ്രാക്ടീസിനെ എങ്ങനെയായിരുന്നു അവരുപയോഗിച്ചിരുന്നത്? അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് യാക്കോബും നമ്മുടെ കർത്താവും ഈ പറയുന്ന വാക്കുകളുടെ പ്രാധാന്യം നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നത്. സത്യത്തിൽ ഈ സത്യം ചെയ്യുക എന്നൊക്കെ ഉള്ളത് തന്നെ, in fact, taking oath should foster truthful communication. But in reality, the Jews of his day and Jesus' day, they had this oath taking has become, or they had become, a deceptive outward
appearance. They used it as a deceptive outward appearance, taking oaths. They used it as a facade for lying. സത്യത്തിൽ ഈ കാര്യം അവർ ചെയ്തുകൊണ്ടിരുന്നത്, ഈ സത്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ അവർ വ്യാജം പറയാനായിട്ടുപയോഗിച്ച ഒരു മെത്തേഡായിരുന്നു. നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ യേശു കർത്താവിൻ്റെയും യാക്കോബിൻ്റെയും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാകുന്ന ആ യഹൂദന്മാർ അവരിങ്ങനെ പഠിപ്പിച്ചിരുന്നു: ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്താൽ യു ഹാവ് ടു കീപ്പ് ഇറ്റ്. ദൈവനാമത്തിലാണ് സത്യം ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ പാലിച്ചിരിക്കണം. എന്നാൽ if you swore or if you had taken oath in a lesser thing, you were not bound by your oath. That was the attitude of Jews of Jesus' day. യഹൂദന്മാർ നമ്മുടെ കർത്താവിൻ്റെയും അല്ലെങ്കിൽ യാക്കോബും ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അവർ ന്യായപ്രമാണത്തിന് പല വ്യാഖ്യാനങ്ങൾ അവർ കൊടുത്തല്ലോ, പല കാര്യങ്ങൾ. അതിനെ എക്സ്പാൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ശബ്ദം അല്പം കൂടുതലല്ലേ? ഓക്കെ. അവർ അതിനെ പലപ്പോഴും അതിനെ വിശദീകരിച്ച് അതിൻ്റെ ശരിയായിട്ടുള്ള ഇമ്പാക്റ്റ്, ന്യായപ്രമാണത്തിൻ്റെ ആ കൽപ്പനയുടെ ആ യഥാർത്ഥത്തിലുള്ളതാകുന്ന ആ പഞ്ച് അവരില്ലാതാക്കി കളഞ്ഞു. പലതിനും അവരുടേതാകുന്ന അഡീഷൻസ് ന്യായപ്രമാണത്തിലെ കൽപ്പനകൾക്ക് അവർ നൽകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെ ചിന്തയിൽ ഇപ്പോൾ ദൈവത്തെക്കുറിച്ച്, ദൈവനാമത്തിൽ സത്യം ചെയ്താൽ അത് കീപ്പ് ചെയ്യണം. എന്നാൽ യെരുശലേമിനെ കുറിച്ചോ ദൈവാലയത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ദൈവത്തെക്കാളും താഴെയുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സത്യം ചെയ്തു കഴിഞ്ഞാൽ അത് കീപ്പ് ചെയ്തില്ലേലും വലിയ വിഷയമൊന്നുമില്ല എന്നുള്ള ഒരു ചിന്താഗതി അവരുടെ ഇടയിലുണ്ടായിരുന്നു. ഇതാണ് മത്തായി സുവിശേഷം 23-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ the Jews of the day, they had a fine way of coming around or having their ulterior motives fulfilled. They had a fine way of doing it. They said, if you take vows in the name of God, you are bound to keep it. Whereas if you take oaths in some lesser things, for example, temple or in the name of Jerusalem or something else, you are not supposed to keep it. That was their idea. So this is the background of Matthew's Gospel, chapter 23, verses 16 to 22. ആ വാക്യം കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. വായിച്ചോളൂ. മത്തായിയുടെ സുവിശേഷം. ഇന്ന് വായനക്കാരില്ലല്ലോ അല്ലേ? Praise the Lord. യെസ്. നോക്കിയേ, ശ്രദ്ധിച്ചേ. മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരനെന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് ഹാ കഷ്ടം. വായിച്ചോളൂ. അപ്പോൾ അവരുടെ ഐഡിയ ഇതായിരുന്നു. If you take oath
in some lesser things, you are not bound by that. എന്തോ ഒരു ഡിസെപ്ഷനാന്ന് നോക്കിക്കോണേ. നമുക്ക് ആ വേദഭാഗം അപ്പോൾ this was the situation behind our Lord Jesus' command in the Sermon of the Mount not to make any oaths at all, but to let your statement be yes, yes, or no, no. Matthew's Gospel 5:37. മത്തായിയുടെ സുവിശേഷം 5:37 യേശു കർത്താവ് ഈ കാര്യമാണ് പറയുന്നത്. In other words, the real issue was speaking the truth at all times. That was the core issue there. അല്ലാതെ ഒരു ഓത്ത് എടുക്കുന്ന വിഷയമല്ല. ഇത്രയേ ഉള്ളൂ, ടോക്കിംഗ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സംസാരം. അപ്പം അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സംസാരം എന്നൊക്കെ പറയുമ്പം നമ്മൾ പല കാര്യങ്ങൾ അതിനകത്ത് ചിന്തിക്കാനുണ്ട്. അതിലേക്ക് ഞാൻ പെട്ടെന്ന് കടന്നു വരാം. അപ്പോൾ ഒന്നാമതായിട്ട് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന നമ്പർ 1 thing is, children of God must always work at truthful communication. അതാ അവിടുത്തെ ഇഷ്യൂ. ട്രൂത്ത്ഫുൾ ആയിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ. പല കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. അവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യം, നമ്മൾ എബവ് ഓൾ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ പറഞ്ഞു വന്നതിനേക്കാൾ എല്ലാം വലിയ കാര്യം ഇതാണ് എന്ന അർത്ഥത്തിലല്ല നിശ്ചയമായിട്ട് യാക്കോബോട് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ സഹോദരന്മാരെ, വിശേഷാൽ സഹോദരന്മാരെ സ്വർഗത്തെയോ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് എക്സ്ക്ലൂസീവായിട്ട് ദൈവമക്കളെ അഡ്രസ്സ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. വിശേഷാൽ അല്ലെ എബവ് ഓൾ എന്ന് പറയുമ്പോൾ ഇതുവരെ പറഞ്ഞു വന്നതിനേക്കാളൊക്കെ വലിയ കാര്യമായത് എന്ന അർത്ഥത്തിലല്ല. അതുവരെ പറഞ്ഞു വന്ന നമ്മുടെ നാവിൻ്റെ കൺട്രോളിനോടുള്ള ബന്ധത്തിൽ നാവിനെക്കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഒന്ന് he is tying all his arguments about truthful speech, he is tying it up as he concludes the epistle. That's the meaning. അതായത് യാക്കോബ് തൻ്റെ ലേഖനം അവസാനിക്കുമ്പോൾ he is tying everything together. So that is why I suppose that he uses the word above all. It does not mean this is the most important thing. No, he is tying up everything together. അതിനെ എല്ലാം ഒന്നിച്ച് ചേർത്ത് അതിനെ കൺക്ലൂഡ് ചെയ്യുകയാണ് above all എന്ന ആ വാക്കിനാൽ താൻ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ തിരുവചന ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ജെയിംസ് wants to highlight this prohibition, probably because he sees it as getting at the ultimate issue of personal integrity. That's the thing here. നിങ്ങളുടെ വാക്ക്, see, if I say something, അദ്ദേഹമാണോ അത് പറഞ്ഞത്, then അങ്ങനെ തന്നെയാണ്. നോക്കണം, ഇതാ യാക്കോബ് പറയുന്നത്. ആ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റിയുടെ വിഷയമാണ് ഇവിടെ വരുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് കീപ്പ് ചെയ്യാനൊക്കാത്ത ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ശരിയാ. എന്നാൽ നാം ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കുന്നയാൾ അത് മനസ്സിലാക്കണം, അദ്ദേഹം അത് വെറുതെ പറഞ്ഞതല്ല. Every child of God should have such an integrity of life that he doesn't speak without thinking anything. ഒന്നും ചിന്തിക്കാതെ ഞാനീ പറയുന്നത്, നമ്മൾ
നമ്മൾ ഹ്യൂമറസ് ആയിട്ട് പല കാര്യങ്ങൾ പറയും, ലൈറ്റർ വരും. ആ കാര്യങ്ങളെക്കുറിച്ചല്ല, അതല്ല യാക്കോബ് ഉദ്ദേശിക്കുന്നത്. ഇനി മുതൽ എല്ലാവരും പിന്നെ ബുദ്ധൻ്റെ കൂട്ടിങ്ങനെ ഇരിക്കണം, അതല്ല യാക്കോബ് പറയുന്നത്. നോ, ദാറ്റ്സ് നോട്ട് ദ മീനിങ്. നേരെ മറിച്ച്, ഇഫ് ഐ സേ സംതിങ്, പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ റിയലി മീൻ ഇറ്റ്. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ വാക്ക് ഊവെന്നും ഇല്ല എന്നും ആകട്ടെ. സോ ഈ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് when Apostle Paul speaking about the total depravity of humankind, he speaks about the tongue. Romans chapter 3 and verse 13. റോമാലേഖനം 3:13. അതായത് എന്തുകൊണ്ടാ അവിടെ എല്ലാവരും പാപം ചെയ്ത് താഴോട്ടുള്ളതാകുന്ന ആ കാര്യം അത് പറഞ്ഞു വരുമ്പോൾ, മനുഷ്യൻ സമ്പൂർണമായിട്ടും അവൻ പാപത്തിൽ മുഴുകിയിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി അത് പറയുമ്പോൾ, റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൽ താൻ പറയുന്നത്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ടവർ ചതിക്കുന്നു, സർപ്പവിഷ അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്. സി, ഇത് നമുക്ക് പറ്റിയ വീഴ്ചയാൽ നമ്മിലുണ്ട്. ആദാമ്യ വർഗത്തിൻ്റെ ഒരു വലിയ പ്രശ്നം അതാ, ആദാമിലുള്ള സകലരുടെയും പ്രശ്നം. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് വൈ we have to teach a little child, we have to teach him not how to lie, rather we have to teach that child how to speak truth. അല്ലേ? ഒരു കുഞ്ഞിനെ നമുക്ക് കള്ളം പറയാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കേണ്ട കാര്യമേ ഇല്ല. അതേസമയം സത്യം പറയാനായിട്ട് പഠിപ്പിക്കണം. കാരണം കള്ളമെന്നുള്ളത് നാച്ചുറലി വരുന്നൊരു കാര്യമാണ്. ഇത് ദൈവവചനപ്രകാരം നമ്മളതിനെ മനസ്സിലാക്കണം. സോ ബിക്കമിങ് എ ക്രിസ്ത്യൻ ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ട്രൂത്ത്ഫുൾ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഡസൻറ്റ് കം ഓട്ടോമാറ്റിക്. It has to be cultivated. It has to be nurtured by prayer, by the word of God, and by the power of the Holy Spirit. അല്ലേ? പ്രാർത്ഥനയാൽ, ദൈവവചനത്താൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് കൾട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യം. കാരണം ഓട്ടോമാറ്റിക്കലി വീണ്ടും ജനിച്ചു അല്ലെങ്കിൽ ഒരാൾ ദൈവപൈതലായി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഉടനെ സത്യം വരികയല്ല, സ്ലോലി. പക്ഷേ ദൈവപൈതലായി കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന ഒരു ദൈവപൈതലിന് അവൻ സ്ട്രെയിറ്റ് അല്ലാതെ സംസാരിച്ചാൽ he will never ever be comfortable with that. സ്ട്രെയിറ്റ് അല്ലാതെ ഒരു വാക്ക് പറഞ്ഞാൽ we won't be comfortable. നമ്മൾ കംഫർട്ടബിൾ അല്ല. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് അതാ. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഈ കൾട്ടിവേഷൻ ആവശ്യമുള്ളത് എന്തിനാണെന്നറിയാമോ? കൾട്ടിവേഷൻ ആവശ്യമുള്ളത് നല്ല ഫലം ഉണ്ടാകുന്ന ചെടികൾക്കാണ്. അതിനെ കൾട്ടിവേറ്റ് ചെയ്യേണ്ടി അല്ലേ? ഈ A.W. ടോസർ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് എല്ലാം വളരെ മനോഹരമാണ്. വളരെ അത് വലിയ എന്താ പറയുന്നത്, ഒത്തിരി ടെക്നിക്കലൊന്നുമല്ല, ഈസി ആയിട്ട് വായിക്കാവുന്നതും മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ടാണ്
ഞാൻ പലപ്പോഴും എനിക്കത് വളരെ പക്ഷേ ഈസി ആണെങ്കിലും ആ സ്പിരിച്വൽ ട്രൂത്ത് ഗ്രഹിക്കണമെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യണം, അല്ലേ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ ഈസി സിമ്പിൾ റൈറ്റിങ്സ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പല റൈറ്റപ്സും എൻ്റെ ഒത്തിരി വർഷം മുമ്പ് വായിച്ചതും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതിലൊന്ന്, അതിൻ്റെ എല്ലാം ടൈറ്റിൽസും പലതിൻ്റെയും ഞാൻ ഓർക്കുന്നുണ്ട്. അതിലൊന്നിതാ, ഹങ്കർ ഓഫ് ദ വിൽഡർനെസ് എന്ന് പറഞ്ഞൊരു കൊച്ചസ്സേ ഞാൻ വായിച്ച് ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെ, ഹങ്കർ ഓഫ് ദ വിൽഡർനെസ്, എന്താ പറയുന്നത്, കാടിൻ്റെ ആ ആസക്തി, അതിൻ്റെ വിശപ്പ്, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എല്ലാ ഫാർമേഴ്സിനും അറിയാവുന്ന ഒരു കാര്യമാണ്. സിമ്പിളായിട്ടുള്ള ഇല്ലുസ്ട്രേഷനാണ്. അദ്ദേഹം പറയുന്നത്, ഒരു നല്ല ചെടി നട്ടാൽ, ഒരു ഫലം ഉണ്ടാവേണ്ട ചെടി നട്ടാൽ നല്ല വൃത്തിയാക്കി തടവെല്ലാം എടുത്ത് നല്ല വിത്ത് വിതച്ച് അതിങ്ങനെ വളർന്നു വരും, അതിനെ ടെൻഡർ ചെയ്യും, എല്ലാം നന്നായിട്ട് വളർന്നു വരും. പക്ഷെങ്കിൽ നടാത്ത ചിലതും അതിൻ്റെ കൂടെ കിളിച്ചു വരും. അത് നാച്ചുറലി കിളിച്ചു വരും. അതിന് പ്രത്യേകിച്ച് വളവും കൊടുക്കണ്ട, വെള്ളവും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, അതിങ്ങനെ കിളിച്ചു വരും. പക്ഷേ അത് കിളിച്ചു വരുമ്പോൾ ഒരു ഫാർമർ എന്താ ചെയ്യുന്നതെന്നറിയോ? കണ്ടിന്യൂവസ്ലി അതിനെ മാറ്റിക്കൊണ്ടിരിക്കും. അത് കണ്ടിന്യൂവസ് പ്രോസസ്സാണ്. കാരണം ആ നല്ല ഫലം തരുന്ന ചെടിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നതിനെ കണ്ടിന്യൂവസ് പിഴുതെറിയും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ആ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം. സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നൊരു കാര്യമല്ല, കൃപയാല, വിശ്വാസത്താല. പക്ഷെങ്കിൽ അത് ഏറ്റവും ഇതിനെ മനോഹരമായിട്ട് ബാലൻസ് ചെയ്തിരിക്കുന്ന പല തിരുവചന ഭാഗങ്ങളുണ്ട്. ഒരു വേദഭാഗം പെട്ടെന്നൊന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വളരെ പെട്ടെന്ന് ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പി ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കണം. ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞേക്കുന്നതെന്നറിയോ? ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞേച്ച് അത് കൊണ്ടുവന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ് പോൾ അവിടെ. അത് പറയുമ്പോഴാണ് പറയുന്നത്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുവേശു കർത്താവ് എങ്ങനെയാണ് അനുസരണമുള്ളവനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നതും ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയതും അതിനെക്കുറിച്ച് പറഞ്ഞേച്ച് അതിൻ്റെ ആപ്ലിക്കേഷൻ പാർട്ടിലേക്ക് വരികയാണ്. അതിനെ അപ്ലൈ ചെയ്യുക. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു യു മൈ ബ്രദറൻ? ദാറ്റ്സ് വാട്ട് പോൾ സേസ്, അല്ലേ? ക്രിസ്തുയേശു എന്താ പറയുന്നത്, ദൈവത്തോടുള്ളതാകുന്ന സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സോ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു യു നൗ? ക്രിസ്തു അത് ചരിത്രമാ. ബട്ട് വാട്ട് ഡസ് ഇറ്റ് മീൻ ടു യു നൗ? ദിസ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. വാട്ട്? അതിൻ്റെ അർത്ഥം എന്താ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി. അത് ആദ്യം വായിക്കുമ്പോൾ വർക്ക് റൈച്ചസ്നെസ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയല്ല. അടുത്ത വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ 13-ാം വാക്യം. നോക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തിയില്ലാതെ നടക്കുകയില്ല. വീണ്ടും ജനിച്ച ദൈവവൈതലിനോടാണ് ഇത് പറയുന്നത്. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. വീണ്ടും ജനിക്കാത്തവർക്ക് ഇത് ആപ്ലിക്കബിളേ അല്ല. എന്നാൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇച്ഛിക്കുക എന്നതും, അപ്പോൾ ആ ഇച്ഛ തന്നെ തരുന്നതാരാ? ദൈവമാണ്. ആ ഇച്ഛ തരുന്നത് ദൈവമാണ്, പ്രവർത്തിക്കുന്നതും ദൈവമാണ്. പക്ഷെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എന്താ പറയുന്നത്, ഇത് ഓട്ടോമാറ്റിക്കലി വരുമെന്നല്ല.
ഇറ്റ് ഹാസ് ടു ബി കൾട്ടിവേറ്റഡ്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ അനേക എക്സോട്ടേഷൻസ് ആ സ്പീച്ചിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ, എഫേസ്യർ 4:15 ഒന്ന് വായിച്ചോളൂ, നമുക്കറിയാം. So the New Testament, especially the epistles, are filled with exhortations to God's people to be truthful in word and in deed. To be truthful, to be straight. പക്ഷെങ്കിൽ അത് പറയുമ്പോൾ നമ്മളതിനെ എന്താ പറയുന്നത്, അതിനെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലർ പറയും, ഞാനങ്ങ് സ്ട്രെയിറ്റ് ആകട്ടോ, എനിക്കെന്തോ ഒന്നും അത് ഞാനങ്ങ് പറയും. അങ്ങനെ പറയാനും പ്രമാണമില്ല. പിന്നെ എങ്ങനെയാണ് പറയേണ്ടി? 15 വാക്യം, 4:15 വായിച്ചോളൂ. സത്യമേ പറയാവൂ. സ്പീക്ക് ദ ട്രൂത്ത്. സത്യം മാത്രമേ പറയാവൂ. പക്ഷേ the problem, it is not a problem, but let me use that word. The problem with truth is, truth many a times is hard. Because it is hard, it sometimes hurts. Truth is hard. Therefore, what Paul says, speak the truth. No compromise on that. But let that hard truth be softened with love. നോക്കിയേ, സത്യം സംസാരിക്കണം. പക്ഷേ എങ്ങനെ സംസാരിക്കണം? സ്നേഹത്തിൽ. സത്യം അതിൽ തന്നെ ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഫലമായിരിക്കും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവിടെ പോൾ എന്നാ പറയുന്നേ, സ്പീക്ക് ദ ട്രൂത്ത്, ബട്ട് സ്പീക്ക് ദ ട്രൂത്ത് ഇൻ ലവ്. സ്പീക്ക് ദ ട്രൂത്ത് ഇൻ ലവ്. അതുകൊണ്ടാണ് 4:25 വരുമ്പോൾ, എഫേഷ്യൻസ് 4:25, നോക്ക്. അപ്പോൾ അതെല്ലാം ആ വേദഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതെല്ലാം ദൈവമക്കളോടാ പറയുന്നത്, അല്ലേ? ദൈവമക്കളോടാ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഹാസ് ടു ബി പ്രാക്ടീസ്ഡ്, കൾട്ടിവേറ്റഡ്, നർച്ചേർഡ്. ബട്ട് നമ്മൾ നമ്മുടെ തന്നെ കഴിവിൽ അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വെറും എന്താ പറയുന്നത്, ഒരു സദാചാര പ്രസംഗം പോലെ അത് മാറിപ്പോകും. അത് നമുക്ക് പുറത്തുണ്ടല്ലോ, ഇല്ലേ? ശ്രീ രവിശങ്കറും അവർക്ക് എത്ര നല്ല കാര്യങ്ങളാണ് പറയുന്നത്, ഇല്ലേ? സദാചാരം. പക്ഷേ ഇത് കേവലം സദാചാരത്തെക്കുറിച്ചല്ല പോൾ പറയുന്നത്. കേവലം നമ്മുടെ പുറമേ ഉള്ള കാര്യങ്ങളെക്കുറിച്ചുമല്ല. പിന്നെയോ എന്താ പറയുന്നത്, ആ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റിയിൽ നിന്ന് ഉണ്ടാകുന്ന ആ കാര്യത്തെക്കുറിച്ചാണ് വചനം പറയും. ദാറ്റ് ഹാസ് ടു ബി കൾട്ടിവേറ്റഡ്. ദിസ് ഈസ് ദ പാർട്ട് ഓഫ് ദ സാങ്ക്ടിഫിക്കേഷൻ. ഇത് വിശുദ്ധീകരണത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ വിശുദ്ധീകരണം നമ്മളിൽ സംഭവിക്കുന്നത് കൃപയാലാണ്, ദൈവത്താലാണ്. അതിൻ്റെ അർത്ഥം അത് ഓട്ടോമാറ്റിക്കാണെന്നല്ല. അതിൻ്റെ മറ്റേ മറുവശവുമല്ല, ഇത് വർക്ക് റൈച്ചസ്നെസ്സും അല്ല, പ്രവൃത്തിയാലുള്ള നീതീകരണമല്ല, പ്രവൃത്തിയാലല്ല വിശുദ്ധീകരിക്കപ്പെടുന്നതും. അതും ദൈവവചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണമെങ്കിൽ അവിടെ ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. അതിൻ്റെ കാരണം എന്നാ? നോ റിയൽ relationship can be built on falsehood. No. Relationship will be built on truth, integrity. അല്ലേ? എന്തുകൊണ്ടാണ്? Why do I trust someone?
എന്തുകൊണ്ടാണ് ഒരാളെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ കാരണം, ആ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ആ ഓപ്പണായിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പിലാണ് ആ ട്രസ്റ്റ് ഉണ്ടാകുന്നത്. ഇത് കുടുംബജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകട്ടോ. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഇല്ലേ? പലയിടത്തും ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് ഭാര്യയ്ക്ക് അറിയത്തില്ല, ഭാര്യയുടെ അക്കൗണ്ടിൽ എത്ര ഉണ്ടെന്ന് ഭർത്താവിന് അറിയത്തില്ല. നോ, അതല്ല. ദാറ്റ്സ് നോട്ട് ദ വേ. എന്നെ മുഖത്തൊന്നും ഒരു സന്തോഷമില്ലാത്ത, നിങ്ങളാരും ഇനി വീട്ടിൽ പോയി ആരും വെറുതെ തോന്നുക, ശരിയാ എനിക്ക് തോന്നിയായിരിക്കും. അതെ, നിങ്ങളിനി വീട്ടിൽ പോയി കൊണ്ടില്ലേ, ഇന്ന് എല്ലാവരും പിന്നെ കുടുംബമായിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു. ഇത് പോയിട്ടൊരു ഫൈറ്റിനുള്ളൊരു അവസരമാക്കരുത്. ബട്ട് മേക്ക് എ കറക്ഷൻ. ഞാൻ പറഞ്ഞേ ഇത്രേ ഉള്ളൂ. നമ്മുടെ ആ സ്ട്രെയിറ്റായിട്ടുള്ള എന്താ പറയുക, പേഴ്സണൽ ഇൻറ്റഗ്രിറ്റിയിലെ ശരിയായിട്ടുള്ള, അതുകൊണ്ട് അപ്പോൾ അവിടെ പറയും, നിങ്ങൾ ശ്രദ്ധിച്ചേ, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. എന്നിട്ട് ഉടനെ പറയാം, പിശാചിനിടം കൊടുക്കരുത്. അപ്പോൾ ഈ പിശാചിനിടം കൊടുക്കുന്നത് എങ്ങനെയാ? വേർ ദർ ഈസ് അൺട്രൂത്ത്ഫുൾനെസ്, അതായത് സത്യമല്ലാത്ത, സ്ട്രൈറ്റ് അല്ലാത്ത ഇടത്ത് നമ്മൾ പിശാചിനിടം കൊടുക്കുക. കാരണം കർത്താവ് പറയുന്നത്, പിശാച് ഭോഷ്ക് പറയുന്നവനും അവൻ്റെ അപ്പനുമാണെന്ന്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പിശാചിന് എന്ത് ചെയ്യുകയാണ്? ഇടം കൊടുക്കുക. അതുകൊണ്ടാണ് ആ കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായിട്ട് വാൺ ചെയ്യുന്നത്, വളരെ കൃത്യമായിട്ട് വാൺ ചെയ്യുക. അതുകൊണ്ടാണ് 1 Peter 3:10, സങ്കീർത്തനം 34:12, Psalm 34:12 ആണ് അവിടെ പീറ്റർ കോട്ട് ചെയ്യുന്നത്. ഒന്ന് വായിച്ചോളൂ. 1 Peter 3:10. യെസ്, നോക്കുക, ഈ വേദഭാഗം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുന്നത് അഗെയിൻ ഈ കാര്യം തന്നെയാണ്. The one who desires life to love and see good days must keep his tongue from evil and his lips from speaking deceit. ഓക്കെ, ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ വിഷയം, ഇവിടെ യാക്കോബ് ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യലെന്നോ അല്ലെങ്കിൽ ഒരു കോർട്ട് ഓഫ് ലോയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓത്ത് ടേക്കിങ്ങിൻ്റെ ആവശ്യകത, അതിനെക്കുറിച്ചൊന്നും അല്ല യാക്കോബ് പറയുന്നത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവം തന്നെ കൊണ്ട് സത്യം ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. സോ ഇൻ ആൻഡ് ഓഫ് ഇറ്റ് സെൽഫ് ടേക്കിംഗ് ഓത്ത് ഈസ് നോട്ട് എ സിൻ. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെയുണ്ട്. കർത്താവ് പറയുന്നത്, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വാക്ക് യെസ് എന്ന് പറഞ്ഞാൽ യെസ് ആയിരിക്കണം, നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സിമ്പിൾ യെസ്, ദാറ്റ് ഷുഡ് സഫൈസ്, അത് മതിയാകണം അല്ലേ? ഞാൻ ഒരാളോട് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളോട് എസ് പറഞ്ഞു, നാളെ വൈകുന്നേരം ഞാൻ ഇന്നടുത്ത് വരാമെന്ന് പറഞ്ഞു. വി മേ നോട്ട് ബി ഏബിൾ ടു കീപ് ദാറ്റ്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. കാരണം ദാറ്റ് നമ്മുടെ ബിയോണ്ട് എന്നാൽ ഒരു കാര്യത്തെക്കുറിച്ച് യെസ് അല്ലെങ്കിൽ നോ, അല്ലാതെ സത്യമായിട്ടും എന്ന് ഞാൻ പറയേണ്ടി വരുമ്പോൾ മറ്റേ ആൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കുന്ന എന്തുകൊണ്ടാണ്? ഞാൻ സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ,
ഓഫ് കോഴ്സ് ദൈവവചനത്തിൽ ചില കാര്യങ്ങൾ ഞാൻ സത്യം സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ട്. അത് ആ പറയുന്ന കാര്യം അത്ര ഗഹനമാകുന്ന ഒരു വിഷയമായതുകൊണ്ട്, അല്ലാതെ അവിടെ ആ ആളിൻ്റെ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി അല്ല അവിടുത്തെ വിഷയം. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഈ യാക്കോബ് പറയുന്നത് എന്താ? ഈ നമ്മളൊരു ലീഗലായിട്ടുള്ള കാര്യങ്ങളും ആ കാര്യത്തിലൊക്കെ നമുക്കൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നു, അതിനെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഇന്ന് പക്ഷേ ഇന്ന് വന്നേക്കുന്ന പ്രശ്നം എന്നാണെന്നറിയോ? ഇന്ന് നമ്മൾ ലീഗൽ എന്നുള്ളത് പോട്ടെ, ഒരു സ്പിരിച്വൽ കാര്യം ചെയ്യണേ പോലും കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് മേടിക്കണമെന്ന് വന്നേക്കുക അല്ലേ? നോക്കിയേ, എവിടെ നമ്മൾ ചെന്നെത്തി? നമ്മളൊരു അതാ യാക്കോബ് ഇവിടെ വാൺ ചെയ്യുന്ന കാര്യം. നമ്മളത് മനസ്സിലാക്കണം. അത് സീരിയസ് ആയിട്ട് നമ്മൾ കാണണം അല്ലേ? ഒരു എന്തിനേറെ പറയുന്നു, ഒരിടത്ത് ഞാനിനി പറയുന്നില്ല അധികമൊന്നും. ചില പ്രസംഗകരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ബുക്ക് ചെയ്തേച്ച് തലേദിവസം വിളിച്ച് പറയും, ഞാൻ കുവൈറ്റിൽ ഒരാഴ്ചത്തെ മീറ്റിങ്ങിന് പോവാം, നാളത്തെ മീറ്റിങ്ങിന് വരാൻ പറ്റുകയില്ലെന്ന്. അന്ന് വൈകിട്ടാണോ അദ്ദേഹം അതറിഞ്ഞേ? സംഘാടകർ കിടന്ന് വെള്ളം കുടിക്കുന്നത് 1-2 സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് സിമ്പിൾ തിങ്. ഒരിടത്ത് കൺവെൻഷന് വാക്കും കൊടുത്തേച്ച് എന്നിട്ട് തലേദിവസം ഒരാളെ വിട്ട് പറയിപ്പിച്ചേക്കുക, നാളെ എനിക്ക് വരാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോൺട്രാക്റ്റ് അല്ല, അതിൻ്റെ അപ്പുറത്തേതേലും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുക. നോക്കിയേ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ വരുന്നൊരവസ്ഥ, അതിനെയാണ് യാക്കോബ് പറയുന്നത്. അതിനെക്കുറിച്ചാണ് കർത്താവും പറയുന്നത്. ലെറ്റ് യുവർ യെസ് ബി യെസ്, നോ ബി നോ. അതുകൊണ്ടല്ലേ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും എന്ന് പറഞ്ഞാൽ ഒരു വാക്കൊരാൾക്ക് കൊടുത്തു, അതിന് ശേഷം അതിനേക്കാളും എന്നാ പറയുന്നേ, കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉള്ള ഒരെണ്ണം കിട്ടുമ്പോൾ ഇതങ്ങ് സിംപ്ലി ഫർഗറ്റ് ചെയ്യുക. നോ, ഛേദം വരട്ടെ, ഛേദം വന്നാലും പറഞ്ഞ വാക്ക് കീപ്പ് ചെയ്യാനായിട്ട് കഴിയണം. അതാണ് യാക്കോബ് പറയുന്നത്. നമ്മളത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടുത്തെ വിഷയം ആ ട്രൂത്ത്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. വാക്കിംഗ് ട്രൂത്ത്ഫുള്ളി ബിഫോർ ഗോഡ് ആൻഡ് ബിഫോർ അതേഴ്സ്. ലെറ്റ് യുവർ എസ് ബി എസ്. എന്നിട്ട് യാക്കോബ് അവിടെ പറയുന്ന ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. സോ ദാറ്റ് യു മേ നോട്ട് ഫോൾ അണ്ടർ കണ്ടംനേഷൻ. അല്ലേ? ശിക്ഷാവിധി വരാതിരിക്കേണ്ടതിന്. ദിസ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. ഇല്ലേ? സഹോദരന്മാരോടാ പറയുന്നത്. അതായത് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ. സോ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ട്രൂത്ത്ഫുള്ളായിട്ടുള്ള ട്രൂത്ത്ഫുൾ കമ്മ്യൂണിക്കേഷനും വാക്കിംഗ് ട്രൂത്ത്ഫുള്ളി ബിഫോർ ഗോഡ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് ശരിക്കുള്ള ആ സേവിങ് ഫെയ്ത്ത് നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതമെന്നുള്ളതാണ് യാക്കോബ് പറഞ്ഞു തരുന്നത്. സത്യത്തിൽ ശരിക്കുള്ള രക്ഷയ്ക്കായിട്ടുള്ളൊരു വിശ്വാസമാണ് നമ്മളിൽ വ്യാപരിക്കുന്നതെങ്കിൽ ദിസ് ഈസ് ഹൗ യുവർ ലൈഫ് വിൽ ലുക്ക് ലൈക്ക്. അതാ യാക്കോബ് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി, ഇതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മൾ ദൈവം അനുവദിച്ചാൽ അടുത്ത അനദർ 2 weeks കൊണ്ട് ഈ പഠനം നമുക്ക് അവസാനിപ്പിക്കാം, യാക്കോബിൻ്റെ ലേഖനം. എങ്കിലും നമ്മൾ കേട്ടതാകുന്ന വാക്കുകളൊക്കെ ഒരു പക്ഷേ അത്ര ഒരു എന്താ പറയുന്ന ഒരു ഉണർവ് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല എങ്കിൽ തന്നെ എന്നൊക്കെ നമുക്ക് തോന്നിയാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ആ ട്രൂത്ത്ഫുൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ചും. ഊവെന്ന് പറഞ്ഞാൽ ഊവെന്ന്
ആ വ്യക്തിയെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ ആ റിലേഷൻഷിപ്പ്, നമ്മുടെ പരസ്പര ബന്ധങ്ങളൊക്കെ ആ നിലയിലാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം, അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഹിസ്റ്ററി ഓഫ് വേൾഡ് മിഷൻസ് എന്ന് പറയുന്നൊരു ഓൾഡ് ബുക്കുണ്ട്. അത് എനിക്ക് കിട്ടിയത് എൻ്റെ വലിയ പപ്പായിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ ലൈബ്രറി കുറേ പുസ്തകങ്ങൾ എനിക്ക് കിട്ടി. അതിനകത്ത് അത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് വേൾഡ് മിഷൻസ്. കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് നാട്ടുരാജാക്കന്മാർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായപ്പം അവർ ആ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ശ്രമിച്ചു, മറ്റുള്ളവരൊക്കെ ചേർന്ന് അവരുടെ ആ ഇഷ്യൂ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നൊരു, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി നാൾ മുമ്പ് വായിച്ച ഒരു വിഷയം, ഒത്തിരി ഓൾഡ് ബുക്കാണ്. ഞാനത് കഴിഞ്ഞ ഇടയ്ക്കൊന്ന് സെർച്ച് ചെയ്തു. അത് ഔട്ട് ഓഫ് പ്രിൻ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഹാർഡ് കോപ്പി താങ്ക്ഫുള്ളി എൻ്റെ കയ്യിലുണ്ട്. ഇവിടില്ല, വീട്ടിലുണ്ട്. വളരെ മനോഹരമാകുന്ന ബുക്കാണ്. അത് ഓർക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു മിഷണറി ആ വിഷയം ഇവരെ തമ്മിലൊന്ന് ആ വിഷയത്തിനൊരു പരിഹാരം വരുത്താനായിട്ട് ആ മിഷണറി, അപ്പോൾ ഒരു രാജാവ് പറഞ്ഞതാകുന്ന വാക്ക് അതുപോലെ സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: സെൻഡ് മീ ദ ക്രിസ്ത്യൻ, ഐ നോ ഹീ വിൽ നോട്ട് ഡിസീവ് മീ. എന്തോ ടെസ്റ്റ് പണിയല്ലേ. അത് ആ മിഷണറിയെ കുറിച്ചാണ് പറഞ്ഞേ. സെൻഡ് മീ ദ ക്രിസ്ത്യൻ, ഐ നോ ഹീ വിൽ നോട്ട് ഡിസീവ് മീ. ഇതാണ് ലോകക്കാർ ദൈവമക്കളെക്കുറിച്ച് ഒരു കാലത്ത് പറഞ്ഞതാകുന്ന സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് അതിനൊക്കെ മാറ്റം വരിക. എന്നാൽ വചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. അതാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കതിനായിട്ട് ഇടയാകട്ടെ. നമ്മൾ കേട്ടതാകുന്ന ദൈവവചനം, അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും ധ്യാനിക്കാം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തീർക്കാൻ തക്കവണ്ണം നമുക്ക് ആഗ്രഹിക്കാം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം.